ഒരു മട്ടൻ കിട്ടുന്നില്ല. മട്ടൻ കിട്ടണം മൈരെ. മുമ്പേ വർത്താനം എന്റെ അടുത്ത് പറയല്ലേ മൈരെ. ഇത് ഈ സാധനം കിട്ടാൻ വേണ്ടിട്ട് കളിച്ചാ മതി, മനസ്സിലായോ? ഇത് കിട്ടിക്കോണം. ടർഫ് പോയത് നോക്കണ്ട. ഇത് കിട്ടാൻ വേണ്ടി കളിക്കും പിള്ളേർക്ക്. ഒരു ഇത് തോന്നുന്നില്ല. ഞാൻ അങ്ങോട്ട് എത്തട്ടെ ലൊക്കേഷനിൽ തുടങ്ങി. ഈ നമ്മളെന്ത് ഈ വാറടിച്ചുമ്പോ എന്നും രാത്രിയൊക്കെ അടിച്ച ഒരു രാവിലെ നമുക്കൊരു വാറുണ്ടാവില്ല. എന്നിട്ട് എല്ലാത്തിനും കൂടെ നടത്തി കയറ്റിക്കാം, മനസ്സിലായ? ഇങ്ങനെ ഉണ്ടോ? അതുകൊണ്ട് ഇങ്ങനെ വല്ല വണ്ടി ഇട്ടിട്ട്, മനസ്സിലായ? പിള്ളേരെ എല്ലാം കൂടെ ഇറക്കി വിട്ടാ മതി. ഓക്കെ അമ്മമാര് ബാക്കി കൂടെ വരട്ടെ, അങ്ങനെ കളിക്കാം. വീഡിയം ചെയ്യടോ. അടിച്ചു കളയും ഇവിടുന്ന്. എല്ലാരും മേളിൽ തന്നെ കളിക്ക്, മേളിൽ തന്നെ കളിക്ക്. ഈ യുമാരൊക്കെ പണ്ട് ഒരുമിച്ച് പണ്ടടാ. തള്ളിയെടുക്ക് യുമാരെ എടുക്ക്. റിഫ്രഷ് എല്ലാരും മേളിൽ തന്നെ കളിക്ക്, മേളിൽ തന്നെ കളിക്ക്. ഈ യുമാരൊക്കെ പണ്ട് ഒരുമിച്ച് പണ്ടടാ. തള്ളിയെടുക്ക് യുമാരെ എടുക്ക്. ഒരുമിച്ച് കറങ്ങി കയറി മേളിൽ കയറാ. ഇക്കറോ ഞാൻ മുകളിലുണ്ട് ഓൾറെഡി. ഒരുമിച്ച് കറങ്ങി കയറി അടിക്കും, മേളിൽ കയറി അടിക്കും പിള്ളേർ. ഈസി മേളിൽ നിന്ന് അടിക്കും, റിഫ്രഷ് ചെയ്ത് അടിക്കും. ഞാൻ താഴെ വീണേ. പിങ്ങട് ഉറപ്പേ. വെയിറ്റ് നമ്മൾ ഇഷ്ടം പോലെ ആളുണ്ട്. വെയിറ്റ് കൈ കൊണ്ട് അടിച്ചു കൊല്ല. വെയിറ്റ് ചില്ലാവ്. കഴിഞ്ഞാ തീർന്നാ? നൈസ് കളി. ജി. ആ പറ. അത്രേ ഉള്ളു. നല്ല കളിയുടെ മക്കളെ, നല്ല കളി പിള്ളേരെ, നല്ല കളി. ജി. എന്താ കളിയാടാ? വിഷയം കളി പിള്ളേരെ, വിഷയം കളി. ആളില്ലാത്ത ഒരു കളിച്ചല്ലോടാ. നല്ല കളി. അല്ല, നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ വീഡിയോ ചെയ്ത് പറമ്പിൽ ആൾഡൗൺ ആണോ ചോദിക്കും. ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. അത്രേ ഉള്ളു. നൈസ് കളി. നിങ്ങൾ വീഡിയോ ചെയ്യൂ, പറ്റൂല കളിക്കാൻ വേണ്ടി. ഓ മാക്കിനത്തിന്റെ കൂട്ടത്തിലിട്ട് കത്തിച്ചേക്കാം നമുക്ക്. എന്റെ മാക്കിന് അങ്ങനെ കത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല അളിയാ, ഇന്ന് രാത്രി വരും വീസിയില്. മൂഡ് ഓഫ് ആയി. അതാണ്. എത്ര വെക്കുന്നു മാക്കേ? ടൈപ്പ് ചെയ്തിടല്ലേ? ടീസ്ലാഷ് ഇടണ്ട. ഇവിടെ പുറത്തെ ഇവിടെ പുറത്ത് എല്ലാവരും മാരി V2 ഫയല് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ല പറയുന്നത്.
എടാ എനിക്കും ഇല്ലടാ പിക്ക് പുള്ളേ, എനിക്കാണെങ്കിൽ റേഡിയോ നമുക്ക് ഇല്ലടാ അടിക്കാൻ ഇത് കളിച്ച് റെഡി ആവുന്നതല്ലടാ, അത് TDM ഗ്രൈൻഡ് ചെയ്താണ്ട് അങ്ങനെ റെഡി ആവും. എടാ എല്ലാരും ഒന്ന് തപ്പിയാണ്, ബാക്കിയുള്ള ആൾക്കാരുണ്ടോക്കെയാണ് ഇവിടെ ഈ ലാസ്റ്റ് ഇവിടെ ഈ പിങ്ങില് എന്ത് അല്ലല്ല മുന്നിന്ന് ജസ്റ്റ് പോയി, മുന്നിന്ന് ഒന്നും അനങ്ങാത്തോ. എത്ര പേരുണ്ട്? 15 പേര്. 10. എടാ ഇവന്മാരെന്താ 10 പേരടിക്കാനാണ് നമ്മളെ 25 ആൾക്കാർ ഇവന്മാര് വന്നത്. ഹലോ രണ്ടുപേര് കത്തിപ്പോയ അത് ശരി 2 പേര് കത്തി. അപ്പൊ എന്ത് ഇവന്മാരാകെ 7 പേരടിക്കാനാണോ വന്നത്? അത് ശരിയാണല്ലോ, യുവമാര് പിന്നെ എന്തിനു വന്ന്? ഗൈസ് വെയിറ്റ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, വെയിറ്റ് ആക്ക റേഡിയോ ഉള്ളവർ കേൾക്കാൻ വേണ്ടിട്ട് പറയാം. ഇവിടെ ഇന്നാണ്ട് ആരും തെറിയും പറയൊന്നും പറയില്ലട്ടാ, യുവമാരെ കേൾക്കാൻ കണ്ടാണ്ട് അവിടെ നിന്ന് തെറി പറയല്ലേ. എടാ ഞാൻ എടാ നമ്മളെ പിള്ളേരൊന്നും ഇങ്ങോട്ട് മാക്കിന്റെ അടുത്ത് ഇവിടെ ഈ പിങ് കൊണ്ടുവന്നിട്ടാണ് ഇവന്മാരെ ഇവര് GRV അടിച്ചു വിടാൻ പറയട്ടെ, പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോ. എനിക്കൊന്നും ഇവിടെ പിക്ക് പോലും ഇല്ല. ഞാൻ കളിച്ചില്ല ഈ വാറ്. ഞാൻ വണ്ടി നിർത്തിയെടുത്ത് ഇവന്മാര് കൊണ്ടങ്ങ് ഇറങ്ങിയടാ, മനസ്സിലായോ? ബാക്ക് എടുത്തത് ഞാൻ പോയിരിക്കുന്നു, ഞാനുണ്ടായില്ല. നീ അടിയന്തരമായിട്ട് ലൈനപ്പ് ഒന്ന് മാറേണ്ട ടൈം ആയിരിക്കും. ഞാന് എന്റെ PC റെഡിയാക്കിട്ട് തിരിച്ചു കത്തി പോകുന്നൊക്കെ ആൾക്കാർ ബിലാൽ ഒരു സാധനം വേറെ അടുത്തുണ്ടായിരുന്നല്ലടാ, പിൻഡ്രോ എന്താന്ന്? ബെൻഡ്രോ വന്ന് സോറി പറയാൻ പറ്റില്ല. ഞാൻ കാര്യം പറയട്ടെ, ഇതൊക്കെ കർമ്മയാണ്, മനസ്സിലായോ? നമ്മൾ അന്നേ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ചെക്കനാണ് ഇവ. ശരിക്കും 3 ഹിക്ക് ഉണ്ട്, അറിയില്ല അടവത്തെ, എനക്കറിയില്ല. ഞാനിത് നമുക്കിത് എല്ലാം കഴിഞ്ഞിട്ട് നോക്കാം guys, എല്ലാം കഴിഞ്ഞിട്ട് നോക്കാം. ഒമാരോടെ കൊണ്ടുവന്നിട്ടാണ് ഇവന്മാരോടെ കൊണ്ടുവന്നിട്ട് നമ്മളെ ആൾക്കാരെവിടെടാ? ഇങ്ങോട്ടാ അഹങ്കാരം കൊല്ലോടാ കുണ്ണേ നീ എന്നെ അവിടെ വലിച്ചിട്ട്. പെൺട്രോ അല്ലല്ല ബെൻഡ്രോ അല്ല, ഇവനാന്ന് ഭയങ്കര അഹങ്കാരം. പേര് ചോദിച്ചാ പറയാൻ മടി. റാഷ്ഫോർഡ് നമ്മൾ അല്ല അങ്ങനല്ല ബ്രോ. ഈ ബ്രോക്ക് എന്താ വെച്ചാല് ഈ ബ്രോന്റെ റേറ്റ് നമുക്ക് താങ്ങൂലെന്നെല്ലാം പറഞ്ഞത്. നമ്മളെ പറ ചാർലി. ആര് അതെന്താ ബ്രോ? അപ്പം ആൾഡൗൺ അല്ലേ ബ്രോ? തമ്പി കൊല്ലട്ടെ നിന്നെ എന്താ കാണുന്നില്ലേ? ബ്രോ പോയിക്കോ ബ്രോ ഗ്യാങ് നിങ്ങൾ നമ്മൾ വെറുതെ വിട്ടു. ബ്രോ ഓടിപ്പോയിക്കോ വണ്ടി എടുക്കാൻ പറ്റില്ല. ഓടിയിട്ട് ഇല്ലല്ല ബ്രോ ഒന്ന് റൈറ്റ് തിരിഞ്ഞാണ്. ബ്രോന്റെ റൈറ്റ് മീറ്റിംഗ് കിട്ടും. എന്തുവാ പറ. അല്ലല്ല മീറ്റിംഗിനാ വരുന്നത്. മീറ്റിംഗിനാ? ഓക്കെ. ഇതെന്താ ഇവന്മാരെ കത്തിച്ചാ? അല്ല ഇവന്മാരെ കത്തിച്ചാ? ഇതെങ്ങനെ കത്തിച്ചാതെ പിന്നെ എങ്ങനെ ഇവന്മാര് GRV അടിക്കുന്നേ?
അഡ്മിനെ ഹലോ അഡ്മിനോ അത് കൊള്ളാമല്ലോ. അഡ്മിൻ ഹലോ 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 നമ്മൾ കത്തിച്ചില്ലല്ലോ. കത്തിച്ചില്ലല്ലോ. അത് ചോദിച്ചതാ, ഒന്ന് കൺഫേം ചെയ്താ. ഓക്കെ അല്ല മീറ്റിംഗ് ആക്സെപ്റ്റ് ആക്കിയാ ഒറ്റ ഹലോ ആ ഷെയ്ക്ക് GRV എന്ന് പറഞ്ഞ ഹെൽപ്പ് ഇട്ടില്ലേ, അതുകൊണ്ടാണ് GRV അടിച്ചത്. എപ്പോ അത് നമ്മളാൾക്കാരെ ക്ലിയർ ആയിട്ടിടണം ബ്രോ, ക്ലിയർ ആയിട്ടിടണം. ഞാൻ ഇട്ടിട്ടില്ലല്ലോ. ഞാൻ ഇട്ടിട്ട് ഷെയ്ക്ക് ഓൾറെഡി നിങ്ങളുടെ സൈഡ് നമ്മൾ ഓൾറെഡി GRV അടിച്ചു വിട്ടായിരുന്നല്ലോ. ഇല്ല മാക്കും മുമ്പിലൊക്കെ ഇവിടെ ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളാൾക്കാർ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ GRV എല്ലാരും കൂടെ സ്പോൺ ആക്കിയത് നിങ്ങൾക്കൊന്നോടാ, കുഴപ്പമില്ല. ഇല്ല ഒരുത്തനെ ബാക്കിയുള്ളൂ. ഒരുത്തൻ ഇത് അണ്ടിയാന്ന് ഇത് മോനെയും വിട്ടേക്ക് കുഴപ്പമില്ല വിട്. ഇത് ഇനിയിപ്പൊന്നും പറയാൻ പറ്റില്ല. ശരിക്കാ നമുക്ക് മീറ്റിംഗ് ഇങ്ങ് കൊണ്ടുവാ, അങ്ങ് കൊണ്ടുവാ ചാർലി, ഇങ്ങ് കൊണ്ടുവാ, അങ്ങ് കൊണ്ടുവാ, അങ്ങ് കൊണ്ടുവാ. അല്ലല്ല എന്നാ ഇവനെ ടൂക്കവാ അതാണല്ലേ വാ അതെങ്കി അവൻ വാ. അതെ അല്ല ടൈം ഉണ്ട്, എന്തിനാ തിരക്കൂട്ടുന്ന എന്തിനാ? എന്താടാ അഡ്മിനെ ഹലോ അഡ്മിനെ ഒരു മിനിറ്റ് ഹലോ. അഡ്മിനെ ഹലോ. അതെ 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 അല്ലല്ല ദാനം ചെയ്തു നമ്മള് ദാനം ചെയ്ത. ആ അഡ്മിനെ ഹലോ. വെച്ചിരിക്കുന്നു. അഡ്മിനല്ലേ മാൽപ്പുറം അഡ്മിനാണത്. സത്യം എന്നെ ഈ ഇതാക്കിയായിരുന്നല്ലോ അപ്പൊ തന്നെ. ഫ്ലഫി ഹലോ. വാ 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 എന്തായാലും. അല്ല GRV അടിച്ച അവന്മാരെ കണ്ടു പോവല്ലോ ഓൾറെഡി. ആ അത് നല്ല കാര്യം. W അഡ്മിൻ. അയ്യോ പ്രണവ് വന്നാ. ഞാൻ ഇയാളെ കൊല്ലാൻ വന്നതാ. കഷ്ടപ്പെട്ടിട്ട് അത് വലിച്ചു കൊടുക്ക, അത് വലിച്ചു കൊടുക്കടാ, വലിച്ചു കൊടുക്ക. എടാ മണ്ടന്മാരെ ഇതൊന്നും ഇടാൻ പാടില്ല ഇവിടെ, അതൊന്നും അറിയില്ല. അല്ലല്ല നമ്മളോറല്ലേ പോയത് ബ്രോ, നിങ്ങളോറ പോയി. എന്തൊരു മണ്ടന്മാരാന്നപ്പ ഇത്. മണ്ടന്മാരി മാക്കൊന്ന് കൊണച്ച് റെഡിയായി വരുമായിരുന്നു കേട്ടാ. പ്രണവ് EVXനെ മാക്കാച്ചി കുത്തിയത്. പ്രണവ് മാക്കിന്റെ ബാക്കില് നിന്നുകൊണ്ട് EVXനെ കുത്തിയത്. പക്ഷെ മാക്ക് ഡൗൺ ആയി. മാക്കിന്റെ ഓറ പോയി. ഇതെന്താ ഒരു മിനിറ്റ്. റാംബോ വിളിക്കുന്ന റാംബോ. ആ ഒറ്റ കാര്യമുള്ളൂ, മറ്റേ ഇത് അവിടെ മീറ്റിംഗിന് പോകുമ്പോഴത്തേക്ക് ടക്കായി കൊണ്ടുപോണേ. ടക്കായി മാത്രമേ ഇന്നലെ എന്റെ കൂടെ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ടക്കാനെ കൊണ്ടുപോ, ടക്കായ എന്തായാലും ഉണ്ട് പറഞ്ഞേ. ടക്കായി കൊണ്ടുവരണം, കാരണം അവന്റെ അടുത്ത് പറഞ്ഞ സിറ്റുവേഷൻ പറയുമ്പോഴത്തേക്ക് അവന് മാത്രമേ അറിയാവൂ. ഇല്ലടാ ഇത് 15 സെക്കൻഡ് കൊണ്ട് തീർന്നേ. ഇതെന്താണ് ഇത്? നമ്മളെ സത്യം പറഞ്ഞ ഈ പുണ്ടച്ചി മക്കളൊന്നും നമുക്കൊന്നും അല്ല. ഈ കുണ്ണാളടുത്ത് പറ, ആളറിഞ്ഞ് കളിക്കാൻ പറ. 3 അക്ഷരം നീയൊക്കെ 3 അക്ഷരം ഇട്ടണൊക്കെ കുഞ്ഞിരുന്ന് മുമ്പാൻ പറ. അങ്ങനെ തന്നെ പറ. അയ്യോ വീട്ടിൽ പോയിട്ട് വരാം. ഞാൻ കണ്ടോണ്ടിരിക്കോ പൊക്കോ. സെറ്റ് ശരി. കത്തിക്ക
എടാ കത്തിച്ചേക്കടാ കത്തിച്ചേക്ക് ഒന്നരക്കുള്ളില് വാറ വിളിക്കണോ ഒന്നരക്കുള്ളില് അഡ്മിൻ ഉണ്ടോ? എനിക്കൊന്ന് റീലോ കയറാൻ പറയോ? ഇല്ല അഡ്മിൻ ഒന്നുമില്ല കത്തിച്ചേക്ക് പെട്ടെന്ന് ഹലോ ഹലോ വാറ ഈ നിക്കണ ജീവനോടെ നിൽക്കുന്നവരാ ആ വണ്ടി പോകുന്നവര് രക്ഷപ്പെട്ട് ഓടട്ടെ. അല്ല അത് രക്ഷപ്പെട്ട് ഓടിയതല്ല അത് അഡ്മിൻ മാറ്റിയിട്ട് കൊണ്ടുപോയതാ. മാറി എടാ കരിമീനെ ആ പിക്കേലും എനിക്ക് താടാ, എനിക്ക് കളിക്കാനോ പറ്റിയില്ല. അങ്ങോ ടക്കായി ഈ വണ്ടി വന്ന് കയറ് ടക്കായി മാക്ക് എന്ത് മാക്ക് പൊന്തിയാ ഞാൻ ഇവിടെ ഗ്യാങ്ങോസ് അവിടെ നില്ല ഇപ്പൊ വരാം ഒരാളും കൂടി പുറത്താ വാറിന് രണ്ടുപേരും ഇടാണ്ടായിരുന്നു. അന്ന കഷ്ടപ്പെട്ട് 4 വിക്കറ്റാണേ അന്ന ഇടേ ആനക്കളിക്കണം എന്താ കളിക്കണം കളിച്ചിട്ട് പിന്നെ എന്താ കളിക്കുന്നത് നീ എലിയെടുക്കണ്ട മാക്ക് നീ ചത്തിട്ട് പിന്നെ രണ്ടാമത് പൊന്താനുള്ള നേരമില്ല വെയിറ്റ് ഇപ്പൊ വരാം കുറുപ്പിനെ കൊണ്ടുപോകണ കൈസ് കുറുപ്പിനെ കൊണ്ടുപോവാ വെയിറ്റാക്ക് ലൈനപ്പ് പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ തന്നെ മിണ്ടാണ്ടിരടാ ടക്കായി കുറുപ്പ് പറ അത് സ്ക്രീൻ ഷെയർ 13 പേര് ഇട്ടിട്ടുണ്ട്. സ്ക്രീൻ ഷെയർ ആ ഗോഡെ വിപ്സി നല്ല രീതിയിൽ കളിച്ചു. ഡബ്ല്യു കളി കുറുപ്പ് അലക്സ് മാലിക് സെന്നെക്സ് ഫ്ലഫി ഗോഡ് കിഡു ചരൺ ബുള്ള് മാൽപ്രോ സക്കായി പ്രണവ് ഇക്രു എത്ര ആൾക്കാരുണ്ട് ബാക്കി 4 ടക്കാനെ കളിപ്പിക്കും. എന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാരൊക്കെ എന്റെ ചീത്ത വിളി കേട്ടിട്ട് മിക്കവാറും വരും കേട്ടോ. റാംബോ എനിക്ക് തോന്നുന്നു അവിടെ കിടന്ന് പേര ചീത്ത വിളിയായിരുന്നു തോന്നുന്നു. ചീത്ത വിളി എന്റെ വീട്ടിൽ നിന്ന് അമ്മ താഴെ മേളിൽ കയറി വന്നിട്ട് വാടച്ചു വെക്കാ രാത്രി. ഒന്നും പറയില്ല ഉണ്ടച്ചു മക്കളെ വാറിനും അടിച്ചിടണം ഇമാരെ തീർത്ത് കൊടുക്കണം മനസ്സിലായ അത് മാത്രം ചെയ്താൽ മതി. ഇമാരുടെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഈ 3 അക്ഷരം ഇട്ടെന്നും പറഞ്ഞ് എല്ലാരും MRC ആവൂലേ EVX MRCയുടെ അത്ര എത്താൻ വേണ്ടി കുറെ കുണ്ണ വളർന്നു എന്ന് പറഞ്ഞാൽ മതി കുണ്ടച്ചു മക്കളുടെ അടുത്ത്. നമ്മ ടോർച്ചർ ചെയ്തതിന് ടൈം ഉണ്ടായിരുന്നടാ. പിന്നെ നമ്മള് കൺസൈൻമെന്റ് നമ്മള് പോയപ്പോ ഈ കുണ്ണകള് കാണിച്ചത് ഓർമ്മയുണ്ടല്ലോ. നെലിയൊക്കെ പോയി. 10 മിനിറ്റ് കൂടെ ഉള്ളു ഒരു മിനിറ്റ് ടക്കായിനെ അവന്റെ ഗ്യാങ് ലീഡറിനെ വേണമെങ്കിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യാന്ന് മീറ്റിംഗിന് പോകുമ്പോൾ പറഞ്ഞേരെ. എന്തിനാണെന്നറിയാമോ നമ്മളെ ഗ്യാങ്ങിനത്തേക്കല്ല നമ്മളെ ഗ്യാങ് ഹൗസിലെ കക്കൂസ് തായവാ പറഞ്ഞുതരാ. ഇത് പെട്ടെന്ന് തീരുമാനാക്കി ഞാൻ ഇതിന് പോട്ടെ. തായവാ കുറുപ്പേ സ്ക്രീൻ ഷെയർ ഇല്ല സ്ക്രീൻ ഷെയർ ഞാൻ പറഞ്ഞുതരാം. മാലിക്കിനെ ഒരു വണ്ടി ഡ്രൈവർ ആക്ക്. സക്കായിന്റെ വണ്ടിന്റെ ഡ്രൈവർ ആക്ക് മാലിക്കിനെ. എന്നിട്ട് പിന്നെ എന്താ പറയാ വിപ്സിനെയും റെക്സിനെയും ആഡ് ചെയ്തോ. പിന്നെ ജോഷുവിനെ വേണമെന്നുണ്ടെങ്കിൽ ചരണ് പകരം ആഡ് ചെയ്തോ. ഒന്ന് ചരൺ ചോദിച്ചായിരുന്നു ചരൺ കളിക്കട്ടെ. ചരൺ വിപ്സി റെക്സും കൂടെ ആഡ് ചെയ്യാം അതിന്റെ അടുത്ത്. ജോഷു അപ്പൊ ഒന്നും വേണ്ടേ? ജോഷു സില്ലായി കളിക്കരുതേ നിങ്ങള്. ഗോഡെ സില്ലായിട്ട് സീരിയസ് ആയിട്ടാണ് കളിക്കുന്നത്. ഷേക്ക് പ്രീവാർ നമ്മള് ആ സമയത്തുള്ള ഒരു മൈൻഡ് ഔട്ടായിരുന്നു. അപ്പൊ നമ്മള് കഥയിന്റെ ഫുള്ള് കോളൊന്നും വിഷയം കോളുകളും അടിയല്ലായിരുന്നു നമ്മള് പണ്ണും. പ്രണവ് കളിച്ചോട്ടെ. ഇപ്പൊ കൊറേ ദിവസത്തിന് ശേഷം വന്നല്ലേ, കളിക്കട്ടെ. അത് ആ ലൈനപ്പ് അങ്ങനെ കളിക്കട്ടെ. ജോഷുവൊക്കെ അടുത്ത കളി കളിക്കുന്ന. വിപ്സിനെ റെക്സിനെ ഇറക്ക്. വിപ്സിനെ റെക്സിനെ എന്റെ വണ്ടിയിലാ. അല്ലെങ്കിൽ റെക്സ് ഇന്ന് ഫസ്റ്റ് വാറിനെ കളിപ്പിക്കണോ? കിഡുവിന് പകരം എന്റെ വണ്ടിയില് വിപ്സിനാക്ക്. കുറുപ്പ് എന്താ പറയുന്നേ? റെക്സ് കളിക്കട്ടെ, അവൻ കളിക്കും. എന്നാ പിന്നെ കളിപ്പിക്കും. നിന്റെ പേട് റെക്സിനെ നമ്മളോട് ഇടാ. ടക്കായിനാടി ഇപ്പൊ എത്ര? 4 1 5 6 7 8 9 10 11 12 13 14 15. ടക്കായിനെ അടിയിടാ. ടക്കായിനെ ഒരാളെ മാറ്റിട്ട് ടക്കായിനെ ഇട്ട് കൊടുക്ക്. മാറണോ?
ഇല്ല ജോഷു ഇല്ലാതെ പിന്നെ എങ്ങനെ ഇത്ര ആൾക്കാരായത്? സെൻഡക്സ്, അലക്സ്, കുറുപ്പ്, റെക്സ്, ഫ്ലഫി, ദിഗോഡ്, ഇപ്സി, ചരൺ, ബുള്ള്, മാൽപ്രോ, മാലിക്, സക്കായി, പ്രണവ്, എടാ ഇക്രു, വേണമെങ്കിൽ കെടു. കുറുപ്പേ ഇല്ല 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 ഷെയ്ക്ക ഷെയ്ക്ക ഒരു വാറിലത്തേക്ക് എന്നെ മാറ്റുന്നോ? അവര് കളിക്കട്ടെ. വേണ്ട 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 കൂടെ കളി. ഗോഡ് കളിച്ചോ? ഗോഡ് എന്തായാലും കളി. ഇല്ല സീനില്ല, ഇത് എളുപ്പമല്ല. ഇല്ല, മാലിക് അതുകൊണ്ട് ഇല്ല മാലിക് എന്നാ ഒരു കാര്യം ചെയ്യടാ, അവര് കളിക്കട്ടെടാ പൊന്നെ. എന്നെ മാറ്റിക്കോ ടക്കായി എന്നെ കളിക്കട്ടെ. മാറ്റിക്കോ. പ്രണവ് വണ്ടി ഓടിക്കുമല്ല. പ്രണവ് ആ അത് ഓടിപ്പിക്കണ. കാരണം നേരത്തെ തന്നെ ഞാൻ 40 FPS കളിച്ച ലാപ്പിൽ കളിക്കണം, എനിക്ക് പറ്റണ. കളിച്ചോ ടക്കായി കളിപ്പിക്കട്ടെ. എടാ ലൈനപ്പ് പുറത്തിട്ടിട്ടുണ്ട്, നോക്കിക്കേ പെട്ടെന്ന്. ഓക്കെ ഗൈസ്, ടാറ്റാ. ഓക്കെ ഇവിടെ VC മ്യൂട്ടാട്ടെ. ഓക്കെ 34-35 എത്തിയിട്ടില്ല. എന്തൊരു ചങ്ങയാണിത്. സുന്ദര നാരായണ മീറ്റിംഗ് മുമ്പിന്നാ വേണ്ട. നിങ്ങളിന്റെ ഫേസ് ക്യാം വെക്കുന്ന എന്നെ ഊക്കാനല്ലടാ. എടാ കുണ്ണെ വെയിറ്റ് ചെയ്യടാ, ഇവിടെ എത്തി. എന്താ വരുന്നത്? അവിടെ എത്തി. നീ കാണുന്നുണ്ടോ നമ്മളെ? ഓ നീ പിന്നെ എലിയൊക്കെ മറ്റേ ഇതിന്റെ മേലെ അങ്ങ് കയറ്റിയല്ലേ വെച്ചിരിക്കുന്നത്. അറിയ ഓടിക്കോ ടക്കായി. ഈ ടക്കായി ഇത് ഇതാക്കിയടാ വണ്ടി. ടക്കായി വണ്ടി കൊണ്ടുപോയി കാറ് ഇതാക്കി കൊള്ളാക്കി. കള്ളനായി ഷെയ്ക്ക്, ഇപ്പൊ സ്കാമറായി ഷെയ്ക്ക്. സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു സിറ്റുവേഷൻ? ഇന്നലെ TDMന്റെ അവിടെ വെച്ചിട്ട് ചെറിയൊരു കോണയായി. അത് സാധാരണയായിട്ട് നിങ്ങൾ കൊണയാണോ അടിക്കാറ്? സംസാരിക്കാറില്ല. ഇങ്ങോട്ട് കൊണ്ടടിക്കുമ്പോ തിരിച്ച് അതേപോലെ തന്നെ ആയിരിക്കും. അത് എന്തായിരുന്നു സംഭവം? അങ്ങോട്ട് കൊണയാണോ അടിച്ചത് ബ്രോ? അപ്പൊ അങ്ങോട്ടാണോ അടിച്ചത്? ഇങ്ങോട്ട് അടിച്ചപ്പോ അങ്ങോട്ട് അടിച്ചു. ഇങ്ങോട്ട് എന്താ അടിച്ചു? ബ്രോന്റെ പേരെന്താണ്? കയാക്ക്. ബ്രോ കോലിഡ്രാ? അതെ അതെ. ഈ മാസ്ക് ഇട്ട ബ്രോയുടെ പേരെന്താ? ഹലോ ബ്രോ, ഇതിൽ ആരൊക്കെയാണ്? അർജുനൻ പേര് പറയാൻ അറിയാം. പറഞ്ഞത് കോഹ്ലി. ഈ പുള്ളിന്റെ പേരെന്താ? അർജുനൻ. അല്ല സിറ്റുവേഷൻ എന്താന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. നമ്മളെന്താ കൊണയടിച്ചെന്ന് ഓർമ്മയില്ല. പറയോ തിരിച്ച് കൊണയടിക്കാനുള്ള റീസൺ ഒന്നും അറിയോ? അത് പറയാനും അഹങ്കാരാണോ? നമ്മുടെ കൂട്ടത്തിൽ അസ്കാർ ഒരു പ്ലെയറിനായിട്ടാണ് നമ്മൾ കൊണയത്. കേട്ടില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ആരുടെ നിങ്ങൾ കൊണയാതെന്ന് അറിയില്ല. നമുക്കറിയില്ല. എന്നാ പറവേക്കോ എടാ അത് എന്താ പറഞ്ഞതെന്ന് അറിയോ ബ്രോ? എന്താന്ന് വെച്ചാ എന്തൊരു ഒരാളെ പറ്റി ചോദിച്ചു, അതിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ നമ്മളടുത്ത് കൊണച്ചു. അതൊരു വേർഡ് ഉണ്ടാവുമല്ലോ ബ്രോ. ഇപ്പൊ ഒരു വേർഡ് പറയുമ്പോഴാണല്ലോ അത് നിങ്ങൾക്ക് കൊണയായിട്ട് തോന്നുന്നത്. അത് എന്തായിരുന്നു ചോദിച്ചത്? വേർഡ് നമ്മളങ്ങനെ ഓർത്ത് വെച്ചില്ല ബ്രോ. ഇല്ലേ? അപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു ഇല്യൂഷനിൽ ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചു അത് കൊണയാണ്, അങ്ങനെയാണോ ബ്രോ? ഞാനൊരു ഡൗട്ട് വെച്ചോട്ടോ, നിങ്ങൾ ഇനിഷ്യലും പ്രീവാറും അടിച്ചത് എന്ത് പറ്റി? അങ്ങോട്ട് പറയട്ടെ, നീയൊക്കെ തോറ്റിട്ട് അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ലീഡറിന്റെ അടുത്ത് കൊണ അടിച്ചോണ്ടാ, മനസ്സിലായോ?
ലീഡറിന്റെ അപ്പൊ അവിടെ അടുത്ത് പറഞ്ഞാ സിറ്റുവേഷൻ ഇനി ആയില്ലേ? ഇവൻ അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു മനസ്സിലായോ? സിറ്റുവേഷൻ ആ, എടാ, situation നമ്മള് ആയി. ആ സിറ്റുവേഷൻ എന്തിനാന്നാ ചോദിച്ചത്? നിങ്ങൾ സിറ്റുവേഷൻ എന്തിനാന്നാ ചോദിച്ചത്? ചോദിക്കുമ്പോ പറയണം നീ മനസ്സിലായാ പറഞ്ഞല്ലോ അതാണ് സിറ്റുവേഷൻ situation. ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ് situation. എടാ ഇവൻ എന്തൊരു ആ, ചെക്കാന്നല്ലോ. നമ്മള് അവിടെ ആരോടോ എന്തോരു നിങ്ങൾ ചോദിച്ചത് തന്നെ തിരിച്ചു മറച്ചു ചോദിച്ചത് എന്തിനാ നമ്മള് അതാണ് പറഞ്ഞല്ലോ situation. സിറ്റുവേഷൻ ആയി മറച്ചല്ലല്ലോ, നമ്മൾ നേരല്ലേ ചോദിക്കുന്നേ. ആ, അത് പറഞ്ഞ സിറ്റുവേഷൻ ആയി. നിങ്ങൾ എന്തൊക്കോ ആരൊക്കോ എന്തൊക്കോ ഇതില് ബ്രോ കോ ലീഡർ ആണോ ബ്രോ? ആ കോലിഡറാ ആ ബ്രോ ആ കാര്യം സ്ട്രൈറ്റ് ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ ആ സിറ്റുവേഷൻ കഴിഞ്ഞ ശേഷം ഇനീഷ്യൽ കഴിഞ്ഞു ഞാൻ നമ്മൾ member ആ. ഡൗൺ ആയി. പിന്നെ പ്രീ വാർ കഴിഞ്ഞു നമ്മൾ ഡൗൺ ആയി. നമ്മൾ വാർ വിളിക്കാന്ന് അല്ല അതിന് പക്ഷെ ഒന്ന് നമുക്ക് സിറ്റുവേഷൻ മനസ്സിലായില്ല ബ്രോ. എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ സിറ്റുവേഷനിൽ ആരും ഇവിടെ ഇല്ലേ? ആരെങ്കിലും ഒരാളെ ചോദിച്ചോ, ഇതുവരെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല നിങ്ങള്. റാഷോടെ പറഞ്ഞല്ലോ ബ്രോ, ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? ബ്രോ എന്ത് കൊണയാണ് നിങ്ങളിപ്പോ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞു, അതാണ് നിങ്ങൾ നിങ്ങളുടെ മെമ്പേഴ്സിന്റെ പേര് നമ്മൾ നോക്കിയിട്ടില്ല. എന്താണ് കൊണയായത്? അവിടെ വെച്ച് സംസാരിച്ചത് കൊണയായി മാറി. ചാറ്റ് ചില്ല കാരണം ഉണ്ടല്ലോ. ഏതൊരു മെമ്പറിന്റെ പേരെന്ത് വെച്ച് നിങ്ങളുടെ മെമ്പർ അങ്ങനെ ആയിരുന്നു. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു. പേരെന്താ? അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയില്ല, ഇതിപ്പോ ആർക്കും വേണ്ടി എടുത്ത സിറ്റുവേഷൻ ആണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. അപ്പം വെറുതെ വന്ന് തല്ലുണ്ട്, വെറുതെ വന്ന് കൊണ്ട് ഇവന്റെ ഒക്കെ കണ്ണിനകത്ത് ബുള്ളറ്റ് കയറി കണ്ടിട്ട് ഞാൻ പോട്ടടാ ഒന്നും പറയല്ല. അപ്പൊ നിങ്ങൾ പ്രീ വാർ വിളിക്കാന്ന് വാറ വിളിക്കാം. എത്ര മിനിറ്റ്? 15 മിനിറ്റാ? 10 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ട് പറ്റൂല ബ്രോ, 15 മിനിറ്റ് ആണ് മിനിമം. 15 മിനിറ്റ് വേണം ബ്രോ. നമ്മള് വിളിക്കാം, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ല നമുക്ക് 10 മിനിറ്റ് പോരാലോ. 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നമ്മള് പ്രീ വാർ 10 മിനിറ്റിൽ വിളിക്കാം. പറ്റും. അല്ല ബ്രോ, അങ്ങനെ പറഞ്ഞിട്ട് പോകാനായിട്ട് എന്തുവാ? അല്ല 15 മിനിറ്റ് ആണ് മിനിമം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനൊന്നുമില്ല, 10 മിനിറ്റിനുള്ളിൽ അങ്ങനെയുണ്ട് ആൾക്കാരില്ലേ? അറിയില്ലെങ്കിൽ പഠിക്കണം. 15 മിനിറ്റിനുള്ളിൽ വാർ വിളിക്കാം. നോ പ്രോബ്ലം. നമ്മൾ 10 മിനിറ്റിൽ വാർ വിളിക്കും. അക്സെപ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പുതിയതാണോ ഇവിടെ? പുതിയതാണോ? തലച്ചോറ് ഊരിപ്പോയി അല്ലല്ല, അടി കൊണ്ടിട്ട് ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ, പ്രീ വാറിന് നിങ്ങള് 15 മിനിറ്റ് കൊണ്ട് മിനിമം വിളിക്കണം, മനസ്സിലായി? അത്രേ ഉള്ളൂ. നമ്മള് 10 മിനിറ്റിൽ വിളിക്കാം. ഓക്കെ 10 മിനിറ്റ് വിളി. നമ്മളോട് തീരുമാനിക്കണ്ട. എന്നാ പിന്നെ നിങ്ങൾ നമ്മൾ വരുന്നതിന് മുന്നേ എയറിനോട് സംസാരിച്ചിട്ട് പൊക്കൂടെ? 10 മിനിറ്റ് ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ വേണം. 5 മിനിറ്റ് നിങ്ങൾ എടുത്തോ, നമ്മൾ വിളിക്കും. കരഞ്ഞു പോന്ന് നോക്കിയാട്ടെ പിള്ളേര്. ഇങ്ങനെ ചോപ്പ് കളറടാ കൊച്ചോക്കാൻ പറ്റില്ല, അതാണ് ഒരു കട്ട് പിള്ളേർക്ക് സങ്കടം തോന്നുന്നു ഒരുമാതിരി. ഓലൊന്നും പറയുന്നില്ല. നമ്മളെമലുണ്ട് നമ്മളെ വണ്ടി ഉണ്ടാ, നമ്മളെ സുൽത്താന ഉണ്ടാ, ചിലതിന് ബ്ലാക്ക് മെൽ ഉണ്ടാവുക, ചിലത് ചോത്ത ഉണ്ടാവുക. എന്താ എന്റെ കണ്ടി കണ്ടി എന്താടാ പോകുമ്പോ മാത്രം കോണാവുമ്പോ ഇങ്ങോട്ടുണ്ടല്ലോ ഒരു എലിയെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടാ, അല്ലെ തുപ്പി വിടും. അതിന്റെ ഇടക്ക് കയറിയിട്ട് പാവം. ഇല്ല 15 മിനിറ്റ് കൂടാൻ പാടില്ല. 15 മിനിറ്റ് 17 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മള് ടിവിനായിട്ട് സിറ്റുവേഷൻ ആയതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല. 18 മിനിറ്റ് വേണം, 17 മിനിറ്റ്. ഇന്നലെ എന്നോട് 15 മിനിറ്റ് എന്നോട് വന്നിട്ട് പറയാടാ എന്റെ പേര് നീ മറക്കൂല, ഞാൻ സംഭവമാണ്. 10 മിനിറ്റ് പറ്റുമായിരിക്കും മേ ബി, ചോദിച്ചിട്ടില്ല. എനിക്ക് എന്റെ പേര് തന്നെ അറിയില്ല, എടുക്ക ഞാൻ മറന്നു. മറക്കില്ലാതൊക്കെ പറഞ്ഞു ഭാഷയിൽ. മാക്സിമം 15 മിനിറ്റ് ഒന്നല്ലടാ. തിമിംഗലത്തിന്റെ പാല തിമിംഗലല്ല, ഇപ്പൊ ഗോൾഡ് ഫിഷ് ആണോ അവന്മാര്? അടികൊണ്ട് തൂറി ഗോൾഡ് ഫിഷ് ആയി. എല്ലാത്തിനും അർജുനനാണ്. 17-18 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് മൂഡ് പോയിട്ടോ. ഞാൻ നല്ല മൂഡ് ആട്ടത്തിന്റെ മൂടൊന്നും പോയില്ലേ? അവന്മാർക്ക് തിരിച്ചാ പുറത്തോട്ട് ഇറങ്ങിയപ്പോട്ടോ കൊണ വന്നത്. 16 വയസ്സുള്ള ഏതോ പയ്യനെ കൊണ്ട് കളിപ്പിക്കാനൊക്കെ പറയുന്നത്. എന്റെ വായി വേറെന്തൊക്കെയാ വന്നത്, പിന്നെ ഞാൻ പറഞ്ഞില്ല, വെറുതെ പുറത്ത്. മാക്സിമം 15 മിനിറ്റ് ആണെന്നോ? പിന്നെ അന്ന് നമ്മൾ ടിവിന്റെ ഇതിന് ഇതാക്കിയതോ, അപ്പൊ റൂള് മാറിയാ? ഭയങ്കര കോഷ്യസ് ആണ് കേട്ടോ ഇപ്പൊ.
ഓർമ്മല്ലേ നമ്മളിങ്ങനെ കൺസൈൻമെന്റിന്റെ 17 മിനിറ്റ് 18 മിനിറ്റ് നമ്മൾ 17 മിനിറ്റ് കൊണ്ട് മാക്ക് അന്ന് അല്ലല്ല, അതുകൊണ്ടെന്താ രായനേറ്റ് പോണതൊക്കെ ഓർമ്മല്ലേ? അല്ലല്ല ശരിക്കും എന്നെ തെറിപ്പിച്ച് അത് ടി വി ആയി എടാ എന്തുവാടാ എന്റെ ലൈവിൽ എടുക്കണേ നീ നീ ഒന്ന് കാണണം ഇടിച്ചെന്നെ എയറിലിട്ട് കളഞ്ഞമാര് എന്തുവാടാ അത് ടി വി ആയതുകൊണ്ടൊന്നല്ല. എന്നിട്ട് അവര് വീഡിയോ POV ആണോ മണ്ടന്മാര്. എനിക്ക് അടിയിലൊരു പറയും കണ്ടൂടെ പ്രണവേ അങ്ങോട്ട് കൊല്ല പ്രണവേ സക്കായി പ്രണവേ തീരുമ്പോ പ്രണവേ സാധനം എടുത്തിട്ട് പോവാ ചാവാനുള്ള ആശയ്ക്ക് അതന്നെ മുട്ടമണി തൂക്കി ചുവന്ന കിക്ക് നോക്കുന്ന കിക്കിൽ ആരുണ്ടാവല്ലടാ. കിക്കിൽ ആരുണ്ടാവണം? പാക്കു ഇതാക്കണ യൂട്യൂബിൽ ലൈവ് ഉണ്ടല്ലോ. ദുബായ് സാത്താന സെറ്റ് സർജി വീണിയത്തല്ലോ. ബ്രോ ക്ലിയർ ചാറ്റ് അടിച്ചേ. ക്ലിയർ ഫുൾ സ്ക്രീൻ തന്നെ. നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് കാണോ ബോസേ? നിങ്ങക്ക് സർപ്രൈസ് വേണോ? സർപ്രൈസ് വേണോ? പിള്ളേർക്ക് അവിടെ ആളുണ്ട് ബ്രോ. ഓൾറെഡി ആളെ ഞാൻ നിർത്തിയിട്ടാ പോന്നേക്കുന്നേ. ഇത് വേറെ സിറ്റുവേഷൻ ആണ്. സർപ്രൈസ് ആവും ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ്. മനസ്സിലായ? അത് ശരിയായ സർപ്രൈസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. നിനക്ക് പ്രൊമോഷൻ ഇല്ല. നിനക്ക് പ്രൊമോഷൻ ഇല്ല. നീ കടുമ്പനാ. ഇവിടെ ചാറ്റ് ഓക്കേ. MRZ ഈ ഒരു ഏരിയയില് കുത്താനുള്ള ഒരു ശ്രമമായിരുന്നു തോന്നുന്നു. ലീഡർ ഉണ്ടായിരുന്ന അപ്പൊ ഇവന്മാരാരും കളി തോറ്റ് കഴിഞ്ഞാ വരൂലല്ലേ ലീഡേഴ്സ് ഒന്നും മീറ്റിങ്ങിന്. നമ്മളെ ലീഡർ അങ്ങനെ ഞമ്മക്ക് അങ്ങനെ ഒന്നുമില്ല. തോറ്റാലും നമ്മള് മീറ്റിങ്ങിലേക്ക് നമ്മള് ചെല്ലാറുണ്ട്. തോൽവിയൊക്കത്തിന്റെ ഭാഗമല്ലേ. പിന്നെന്തിനാ ഈ ഇത് ഏത് അവിടെയാ ഡേറ്റ് ഒന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഒന്ന് റെഡി ആക്കണ്ടേ? ഇതൊക്കെ കുറെ കാര്യങ്ങൾ ചാടി കയറി എടുത്തോ കുടിച്ചോ പറഞ്ഞ പോലെ ചെയ്യുന്ന പരിപാടികളല്ല. ഒന്ന് നോക്കിയടാ വീഡിയോന്റെ ആരാന്ന് ക്വസ്റ്റ്യൻമാർക്ക് വയ്ക്കുന്ന വീഡിയോ എന്നുള്ള ഇത് കണ്ടില്ലേ? ഓൾറെഡി വീഡിയോ ഉണ്ടല്ലോ. ഐ തിങ്ക് MRZ കുത്തൂല. കുത്തിയില്ല. അർജുനന്റെ വണ്ടി നല്ല രീതിയിൽ ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. EVXന്റെ ഭാഗത്ത് നല്ലൊരു ഫയറിംഗ് ആണ് വരുന്നത്. EVXന്റെ ഭാഗത്ത് ഫയറിംഗ് നല്ല സ്കെച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ലോ പിള്ളേര്. നമ്മള് അവര് നന്നായിട്ട് കളിക്കോല കളിക്കട്ടെ. EVX ഇവിടെ കുത്തി. EVX MRZ ഇവിടെ കുത്തിയിരിക്കുന്നു. 2 ഗ്യാങ്ങും അങ്ങോട്ട് ഇവിടെ കുത്തിയിട്ടുണ്ട്. ഓക്കെ. MRZന്റെ അത്യാവശ്യം പ്ലേയേഴ്സ് ഉള്ള ഒരു 4 പ്ലേയേഴ്സ് ഇവിടെ കുത്തിയിട്ടുണ്ട്. വിപ്സി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു.
MRZ ഓക്കെ സീൻസ് ഒരു പിക്ക്, MRZ സഡ്നസ് ഒരു പിക്ക്, EVX റാഷ്ഫോർഡ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, ബ്രൂസ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ വിപ്സിയുടെ രണ്ടാമത്തെ പിക്ക്, രണ്ടാമത്തെ പിക്ക്, ദിഗോഡ് ഒരു പിക്ക്, പിന്നെ ലിബിൻ എരുമയിൽ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, കൈസോക്ക് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. സെഡ്നസ് ഡുവറിന്റെ അടുത്തൊരു വിപ്സിയുടെ മൂന്നാമത്തെ പിക്ക്, വിപ്സി 3 പിക്ക് എടുത്തിട്ടുണ്ട്, ദിഗോഡിന്റെ രണ്ടാമത്തെ പിക്ക്. ഓക്കെ ദിഗോഡിന്റെ രണ്ടാമത്തെ, കൈസോക്കിന്റെ മൂന്നാമത്തെ പിക്ക്, ഫ്ലഫി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ ലാമിന യമാൽ ഒരു പിക്ക് എടുത്തിരിക്കുന്നു, ലാമിന യമാൽ. ഓക്കെ ഫ്ലഫി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്, അടുത്തൊരു പിക്ക്, ഫ്ലിക്സ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു, ഇക്രുമോൻ അടുത്തൊരു പിക്ക്, തിറക്കൽ ശ്രീഹരി ഒരു പിക്ക്, ലാമിന യമാലിന്റെ അടുത്തൊരു പിക്ക്, ലാമിന യമാലിന്റെ അടുത്തൊരു പിക്ക്. ഇവിടെ 3v2 സിറ്റുവേഷൻ, 3v2. ഓക്കെ ഫ്ലഫി ഡൗൺ ആയിട്ടുണ്ട്, ചിറക്കൽ ശ്രീഹരി കൈസോക്ക് മാത്രം, TJ ദിഗോഡും ജിൻടക്കായി മാത്രം ഒരു 2v2 അല്ല 2v2 സിറ്റുവേഷൻ. എടാ ഒരാൾ ഒന്ന് ജിയർ അടിച്ച, ഒരാൾ ജിയർ അടിച്ച, ഒരു 2v2 കിട്ടില്ല, 2v2 സിറ്റുവേഷൻ. ജിൻടക്കായി, ദിഗോഡ് ആൻഡ് കൈസോക്ക് ആൻഡ് ശ്രീഹരിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എടാ ഒരാൾ വരുമോ, ജിയർ അടിക്കോ. ഓക്കെ 2v2 ആണ് കറന്റ് സിറ്റുവേഷൻ ഉള്ളത്. 2v2 അല്ല 3v2. വിഷയം കളിയായിരുന്നു കേട്ടോ, വിഷയം കളി. ആരടിച്ചെടുക്കും ഒരു 2v2 നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ആരടിച്ചെടുക്കും? മുൾമുനയിൽ സോച്ചി വേൾഡ് കപ്പ് ഫൈനലിന്റെ ഒരു ത്രില്ലായോ? ആരടിച്ചെടുക്കും? രണ്ട് ഗാങ്ങിലും നല്ല രീതിക്ക് കില്ല് എടുത്തിട്ടുണ്ട്. കൈസോക്ക് അവിടെ 3 കില്ല് വെച്ചിട്ടുണ്ട്, വിപ്സി 3 കില്ലുണ്ട്, പിന്നെ ദിഗോഡ് 2 കില്ല് എടുത്തിട്ടുണ്ട്, ചിറക്കൽ ശ്രീഹരി 2 കില്ല് എടുത്തിട്ടുണ്ട്. വാശിയേറിയ പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിപ്സി വീണ്ടും വാറിലും പ്രീ വാറിലും 3 കില്ല് വെച്ചിട്ട് വിപ്സി. ഇല്ല അത് കൺഫേം അല്ലേ? ഓക്കെ MRZ അവിടെ നിന്ന് വണ്ടി എടുത്ത് മാറുന്നു. ഓക്കെ ജിൻടക്കായി വണ്ടി എടുത്ത് മാറുന്നു. ദിഗോഡും ടക്കായുമാണ് വണ്ടി എടുത്ത് മാറുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കൈസോക്കു ആൻഡ് ശ്രീഹരി തിരക്കിൽ ഇങ്ങനത്തെ സീനായിരിക്കില്ലേ? ടെൻഷനോ ഇരിക്കല്ലോ. ഓക്കെ അവർ രണ്ടുപേരും ഒറ്റൊരു വണ്ടിയിൽ കളിച്ചത്, അത് ഇത്തിരി നല്ലൊരു ടാക്ടിക്കൽ മൂവാണ്. പക്ഷേ ഇതിലൊരു സംഭവമുണ്ട്, ഒരാളെ കുത്തി അടിക്കാൻ വേണ്ടി 2 പേര് ഇറങ്ങുന്ന സമയത്ത് മറ്റാൾക്ക് ബാക്കി വന്ന് കുത്തി അടിക്കാം. പക്ഷെ അടി കൃത്യമായി കഴിഞ്ഞാൽ കളി കയ്യില്ല. ആ ഒരു അടി കൃത്യമായി കഴിഞ്ഞാൽ കളി കയ്യില്ല. ആ ഈ ഒരു ഇതിൽ MRZ ആ ഒരു ട്രൈ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഒരാളെ അടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി അടിക്കൽ ട്രൈ ചെയ്യുന്നുണ്ടാവുക. 2v2 ആണ്. ടെൻഷനൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, 2 പേര് കൂടിയിട്ട് ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ
എന്റെ മോനെ ജിൻടക്കായി ശ്രീഹരിയും കൈസോക്കും നല്ല കളി നന്നായി കളിച്ചു കൈസ് അവർ നന്നായി കളിച്ചു. നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, നല്ല അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, പക്ഷെ പോയി. പോട്ടെ, നല്ല കളി. ഇല്ല ക്ലിയർ സെറ്റ് അടിക്കും, എന്നിട്ട് അഡ്വാൻസ് സെറ്റ് എടുത്തിട്ട് അടിച്ചാൽ മതി. സിനിമ ഗൈസ്, ഇറ്റ് വാസ് എടാ പ്രീ വാറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാറായി മാറി. കിട്ടിലം വാറ്, സീരിയസ്ലി ഗൈസ്, ലിറ്ററലി ഒരു കിട്ടിലം വാർ ഇത്. ഓ മൈ ഗോഡ്, രണ്ട് ഹാങ്ങും കിട്ടിലങ്ങനെ. എടാ ചിറക്കൽ ശ്രീഹരി ബാൻ അടിച്ചേ ആരും പ്രണവുണ്ടേ കേറുവാ. നമ്മൾ ജിജി മാത്രമേ ഇട്ടിട്ടുള്ളൂ. വാ അവന്മാർ എൻഡ് ചെയ്ത് ചിറക്കൽ അർജുനൻ. അങ്ങനെയാണെങ്കിൽ അഡ്മിനെ വിളിച്ചു പറ. നിൽക്കുന്ന ഒരാളെ ഹെൽപ്പിടാ. അപ്പൊ വറച്ചാറുണ്ടോ ഹെൽപ്പിട്. കൂൾ ഡൗൺ ഇട്ടില്ലേ? അല്ല കൂൾ ഡൗൺ ഒക്കെ ഇട്ടു ബ്രോ, കൂൾ ഡൗൺ ഒക്കെ ഇട്ടു. നിങ്ങളുടെ ടീം തന്നെ ജിജി പറഞ്ഞു ബ്രോ. ജിജി അറിയാൻ പറ്റൂലേ അപ്പൊ? നിങ്ങളുടെ ടീം തന്നെ ഷെയ്ക്ക്. ജിജി ഇടാൻ പറ്റൂല. ഷെയ്ക്ക് ജിജി ഇട്ടായിരുന്ന ഓൾ ഡൗൺ ആയി പ്രണവ് ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ അതാരും പറഞ്ഞില്ലല്ലോ. നമ്മള് 2v2 നമ്മള് പറഞ്ഞില്ല. അത് ശരി, പോടാ. നിങ്ങൾ എന്തിനാ ഇന്ന ഇതാക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 2v2 എന്ന് പറഞ്ഞാൽ പ്രണവുള്ള കാര്യം നമുക്ക് അറിഞ്ഞിട്ടായിരുന്നു. അത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അതാരാ ലാസ്റ്റ് വന്ന് പറഞ്ഞതാരാ? ഭാഷേ അഡ്മിൻ തന്നെ പറഞ്ഞു. അപ്പൊ എല്ലാരും വിചാരിച്ചു ഓൾ ഡൗൺ ഇട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു ബ്രോ? ഓൾ ഡൗൺ ഓൾറെഡി ഷെയ്ക്ക് നിങ്ങളുടെ ജിജി ഇട്ടതാ. നിങ്ങൾ ഓൾറെഡി ഷെയ്ക്ക് തന്നെ ജിജി ഇട്ട്. അല്ല അവര് നന്നായി കളി കിട്ടിയാ പോട്ട് മയില്. ഓജി വേറെന്താടാ? ഹലോ, അതെന്താ? ബോസ് കുറച്ചുകൂടി റൂള് പഠിക്കണം ബോസ്. എന്നാ എടാ റൂള് പഠിക്കാൻ എന്താ 2v2 എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ എല്ലാരും ഇത് കാണുന്നല്ലേ? എല്ലാരും 2v2. ഈ പ്രണവ് കത്തിയത് ആരും കണ്ടോ അവിടെ? നമ്മള് കണ്ടില്ല, ആരും കണ്ടില്ല. ഈവൻ ദോ അഡ്മി വരെ പറഞ്ഞത് 2v2 എന്നാ.